ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഈ ചാപ്റ്ററിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. മുമ്പുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 15ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടേൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഒരു പട്ടവിട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് അവിടെയുള്ള മിസ്സിംഗ് ആയിട്ടുള്ള മറ്റ് ടേമുകൾ കണ്ടുപിടിക്കുക. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 24, 42, പിന്നെ അടുത്ത 2 ടേമുകളില്ല, അത് കണ്ടുപിടിക്കുക. ഇവിടെ ഫസ്റ്റ് ടേം 24 ആണ്, സെക്കൻഡ് ടേം 42 ആണ്. അതിൽ നിന്ന് നമുക്കിത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ആണ്, ഈക്വൽ ടു 42 24 വർക്ക് നമുക്ക് 18 കിട്ടും. 18 കിട്ടി. ഇനി വേണ്ടത് തേർഡ് ടേം കിട്ടാൻ വേണ്ടി ഈ 42 കൂടെ ഈ കോമൺ ഡിഫറൻസ് കൂട്ടുക. 42 പ്ലസ് 18 ഈക്വൽ ടു അത് നമുക്ക് 60 എന്ന് കിട്ടി. ഫോർത്ത് ടേം 60 പ്ലസ് 80 ഈക്വൽ ടു 78 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് 24, 42, 60, 78 എക്സെട്ര എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ടേം വന്നിട്ടില്ല. 24ഉം 42 ആണ് നെക്സ്റ്റ് ടേംസ്. അടുത്ത ടേമും ഇവിടെയും നമുക്ക് സെക്കൻഡ് ടേമും തേർഡ് ടേമും അറിയാം. അപ്പോൾ അവിടെ ഡി ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ഈക്വൽ ടു 18 എന്ന് കിട്ടും. ഇതിൻ്റെ ഫസ്റ്റ് ടേം കാണാം. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് ആദ്യത്തെ ടൈമിൻ്റെ കൂടെ ഈ 18 കൂട്ടിയിട്ടാണ് നമുക്ക് 24 കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാൻ വേണ്ടി 24 മൈനസ് 18 ചെയ്യുക, ഈക്വൽ ടു നമുക്ക് ഇനി ഫോർത്ത് ടൈം കാണാൻ ആ 42 കൂടെ 18 കൂട്ടുക. 42 പ്ലസ് 18 നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം 6, 24, 42, 60 എക്സെട്ര. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് 2 ടൈം തന്നിട്ടില്ല. 24, 42 ഇവിടെയും കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ആണ്, ഈക്വൽ ടു അത് 18 ആണ് നമുക്കറിയാം. നമുക്ക് തേർഡ് ടൈമും ഫോർത്ത് ടൈമും അറിയാം. ഇവിടെ തേർഡ് ടൈം അറിയാം. നമുക്ക് സെക്കൻഡ് ടൈം ഇതിനകത്ത് നിന്ന് കുറച്ച് സെക്കൻഡ് ടൈം കിട്ടും. സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു 24 മൈനസ് 18 ചെയ്താൽ മതി, ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇനി അതിൽ നിന്നും കോമൺ ഡിഫറൻസ് വീണ്ടും കുറച്ച് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു ആ 6ൽ നിന്നും വീണ്ടും 18 കുറച്ച് 6 മൈനസ് 18 ഈക്വൽ ടു നമുക്ക് മൈനസ് 12 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം -12 പിന്നെ 6, 24, 42 എക്സെട്ര. ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ 24, 42 ഇവിടെ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി നമുക്ക് അടുത്തടുത്ത് 2 ടേം ഇല്ല. അപ്പോൾ നമുക്ക് ഈ ടേം കിട്ടുക. ഈ 24നോട് കൂടി നമ്മൾ ഡി കൂട്ടിയാൽ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടും. 2 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് തേർഡ് ടൈം കിട്ടുക. അപ്പോൾ 24 പ്ലസ് 2D ഈക്വൽ ടു നമുക്ക് 42 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 2D 42 മൈനസ് 24 നമുക്കത് 18 ആണെന്ന് അറിയാം. അപ്പോൾ therefore D is equal to 18/2 ഈക്വൽ ടു നമുക്ക് 9 എന്ന് കിട്ടും. ഇനി അതിൻ്റെ സെക്കൻഡ് ഈ 24ൻ്റെ കൂടെ നമുക്ക് ഈ 9 കൂട്ടിയാൽ അപ്പോൾ 24 പ്ലസ് 33 എന്ന് കിട്ടും. തേർഡ് ടൈം നമുക്കറിയാം. ഇനി ഫോർത്ത് ടൈം വേണം. ഫോർത്ത് ടൈം ഈസ് ഈക്വൽ ടു ഈ 42 കിട്ടിയതിൻ്റെ കൂടെ തേർഡ് ടൈം അതിൻ്റെ കൂടെ വീണ്ടും 9 കൂട്ടുക. അപ്പോൾ 42 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക്സ് ഫസ്റ്റ് ടൈം 24, സെക്കൻഡ് ടൈം 33, തേർഡ് ടൈം 42, ഫോർത്ത് ടൈം. ഇനി ഇതിൽ അഞ്ചാമത്തെ ചോദ്യം, ഫസ്റ്റ് ടൈം ഇല്ല, 24 സെക്കൻഡ് ടൈം ഉണ്ട്, തേർഡ് ടൈം ഇല്ല. ഇതിൽ ഫോർത്ത് ടൈമാണ് 42. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 24ൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടിയാൽ നമുക്ക് ഇവിടുത്തെ തേർഡ് ടൈം കിട്ടും. അതുപോലെ 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ നമുക്ക് 42 ഫോർത്ത് ടൈം കിട്ടും. അപ്പോൾ നമുക്ക്
കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്ക് 24 പ്ലസ് 2d ഈക്വൽ ടു 42 എന്ന് കിട്ടും. അപ്പോൾ 2d ഈക്വൽ ടു 42 മൈനസ് 24 ഈക്വൽ ടു 18 എന്ന് കിട്ടും. Therefore, d is equal to 18/2 9 എന്ന് കിട്ടും. ഇനി ഇവിടെ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ടേം ഈക്വൽ ടു, അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്നും നമ്മുടെ ഡി കുറച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ഡി ആണ് 24. അപ്പോൾ 24 മൈനസ് 9 അതാണ് ഫസ്റ്റ് ടേം ഈക്വൽ ടു നമുക്ക് 15 എന്ന് കിട്ടും. സെക്കൻഡ് ടേം അറിയാം. തേർഡ് ടേം ഈക്വൽ ടു ഈ 24 സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഡി കൂട്ടിയാൽ ഒരു പ്രാവശ്യം ഡി കൂട്ടിയാൽ മതി. അപ്പോൾ 24 പ്ലസ് 9 ഈക്വൽ ടു 33 എന്ന് തേർഡ് ടേം കിട്ടും. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം 9, കോമൺ ഡിഫറൻസ് 9, ഫസ്റ്റ് ടേം 15, അപ്പോൾ 15, സെക്കൻഡ് ടേം 24, തേർഡ് ടേം 33, 42. ഇനി ഇതിലെ ആറാമത്തെ ക്വസ്റ്റ്യൻ 24 അടുത്ത രണ്ട് ടേമുകളിൽ അവസാനിക്കുന്നതല്ല നാലാമത്തെ ടേം. ഇവിടെ നോക്കേണ്ടത് ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 24 ഫസ്റ്റ് ടേം 24ൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടിയപ്പോൾ സെക്കൻഡ് ടേം കിട്ടി, 2 പ്രാവശ്യം ഡി കൂട്ടിയപ്പോൾ തേർഡ് ടേം കിട്ടും, 3 പ്രാവശ്യം ഡി കൂട്ടുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ 24 പ്ലസ് 3d ഈക്വൽ ടു 42 ആണ്. അപ്പോൾ 3d ഈക്വൽ ടു 24 അപ്പുറത്ത് കൊണ്ടുപോകുക. 42 മൈനസ് 24 ഈക്വൽ ടു അത് 18 ആണ്. Therefore, d is equal to 18/3 ഈക്വൽ ടു 6 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ 6 കിട്ടും. ഇനി ഫസ്റ്റ് ടൈം നമുക്കറിയാം. സെക്കൻഡ് ടൈം ഈക്വൽ ടു 24 പ്ലസ് 6 ആണ് ഈക്വൽ ടു 30. തേർഡ് ടൈം ഈക്വൽ ടു സെക്കൻഡ് ടൈമിനോട് കൂടി കോമൺ ഡിഫറൻസ് കൂട്ടാം. 30 പ്ലസ് 36, വീണ്ടും അതിനോടുകൂടി 6 കൂട്ടിയാൽ 42 കിട്ടും. അങ്ങനെ പ്രോഗ്രഷൻ ഇത് പോകും. അപ്പോൾ അരിത്തമെറ്റിക് സി ഫസ്റ്റ് ടൈം 24, സെക്കൻഡ് ടൈം 30, അങ്ങനെ ഇതിലെ 1, 2, 3, 4 ടൈമുകൾ നമുക്ക് കിട്ടി. മിസ്സിംഗ് ടൈം കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ 6 വെച്ച് കോമൺ ഡിഫറൻസ് കൂട്ടി പോയാൽ അടുത്തടുത്ത ടൈമുകൾ കിട്ടും.